1990 മുതൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഈ ഒരു ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഒരു ചെറിയ വിവരണമാണ് അദ്ദേഹം നടത്തിയത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സഹസർക്കാര്യവാഹ് ഡോക്ടർ കൃഷ്ണഗോപാൽ അദ്ദേഹം പറഞ്ഞു, ഇത് ഈ നൂറ്റാണ്ടിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനകീയ മുന്നേറ്റമായിരുന്നു ഈ അയോധ്യ മുന്നേറ്റം എന്ന് പറയുകയുണ്ടായി. അത് ഏറ്റവും വലിപ്പം എന്ന് പറയുമ്പോൾ ഏകദേശം സഹസ്രാബ്ദം നീണ്ട ഒരു പോരാട്ടം. ആ പോരാട്ടം അത് നിരന്തരമായി അനസ്യൂതമായിട്ട് നടന്നിട്ടുള്ളൊരു പോരാട്ടം. അതോടൊപ്പം തന്നെ കോടാനുകോടി ജനങ്ങൾ പങ്കാളിയായിട്ടുള്ളൊരു പോരാട്ടം. അതും നൂറ്റാണ്ടുകൾ നീണ്ട കോടാനുകോടി ആൾക്കാർ പങ്കാളിയായ പോരാട്ടം. ഇതിനുവേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിതം സമർപ്പിച്ച പോരാട്ടം. ഈ പോരാട്ടമൊക്കെ നടക്കുന്നത് ലോകത്ത് ഇത്രയും നീണ്ട, ഇത്രയും ആൾക്കാരുടെ സാക്രിഫൈസ് ഉണ്ടായ, അതോടൊപ്പം തന്നെ ഇത്രയും വലിയ ജനപിന്തുണ ആർജിച്ച മറ്റൊരു പോരാട്ടം ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. 2024 ജനുവരി 22 കലണ്ടറിൽ കുറിക്കപ്പെടുക കേവലം ഒരു ദിവസം എന്ന നിലയിലായിരിക്കില്ല. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ആധ്യാത്മിക ചരിത്രത്തിൽ, ലോകത്തിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ചരിത്രത്തിൽ സുവർണാലേഖിതം ചെയ്യപ്പെടുന്ന പുണ്യദിനമായിട്ട് 2024 ജനുവരി 22 ലോക കലണ്ടറിൽ കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് നൂറ്റാണ്ടുകൾ നീണ്ട ത്യാഗം, അതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകളുടെ ക്ഷമ, അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണമാണ് ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിലൂടെ, ഈ പ്രാണപ്രതിഷ്ഠയിലൂടെ നടന്നിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അവിടെ തന്നെ പങ്കെടുത്ത രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് മാന്യ ഡോക്ടർ മോഹൻജി ഭഗവത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കും വളരെ പ്രസക്തമായിട്ടുള്ള വാക്കാണ്. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ആരംഭമാണ് ഇന്ന് കുറിച്ചിരിക്കുന്നത് എന്നാണ് സർസംഘചാലക് കുറിച്ചിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് അതിനേക്കാൾ പ്രസക്തമാണ്. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്തത് എന്ന് സർസംഘചാലക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് അയോധ്യ എന്ന് പറയുന്നത് യുദ്ധമാണെന്നും അവിടെ വർഗീയതയാണെന്നും അതിൻ്റെ പേരിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുക, അതിൻ്റെ പേരിൽ കോടതി വ്യവഹാരങ്ങൾ പോലും പരസ്പരം സമൂഹങ്ങളെ തെറ്റിപ്പിക്കാനും അകറ്റിപ്പിക്കാനും വേണ്ടി ഉള്ള സാഹചര്യങ്ങളാക്കി മാറ്റുക എന്ന നിലയിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ് അയോധ്യ വിഷയത്തെ മറ്റെല്ലാവരും കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അയോധ്യ എന്ന് പറയുന്നത് യുദ്ധമില്ലാത്തത് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സാമൂഹ്യ ആവിഷ്കാരമായി, സാംസ്കാരിക ആവിഷ്കാരമായി അയോധ്യയെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സർസംഘചാലകിൻ്റെ പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ കാണേണ്ടത് ശ്രീ അനിൽ നമ്പ്യാർ ശരിയായ വണ്ണം ചോദിച്ചതുപോലെ ഇത് രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു പുതിയ സരണിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സരണി എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ 11 ദിവസമായിട്ട് വ്രതമെടുത്ത് ഭക്ഷണം പോലും കഴിക്കാതെ സമ്പൂർണ്ണമായിട്ടും വ്രതനിഷ്ഠനായിക്കൊണ്ട് നടത്തിയ ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രകൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക തലത്തിലുള്ള അനുഭൂതിയാണ് ഈ ഭാരതത്തിനും ലോകത്തിനും നൽകിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ തൃപ്രയാർ ക്ഷേത്രവും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ രാമേശ്വരം ക്ഷേത്രവും മുതൽ ആന്ധ്രാപ്രദേശിലെ ലോപാക്ഷി ക്ഷേത്രം, നമ്മുടെ ജഡായുവിൻ്റെ ക്ഷേത്രം എന്ന നിലയിൽ അറിയപ്പെടുന്ന ലോപാക്ഷി ക്ഷേത്രത്തിലും ഒക്കെ നരേന്ദ്രമോദിജി പോകുന്നു. അതോടൊപ്പം തന്നെ അങ്ങ് ഗുഹാവതിയിലെ കാമാഖ്യ മുതൽ ഇങ്ങ് രാമേശ്വരം വരെയുള്ള ശ്രീരാമനുമായി ബന്ധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളെയും ഒരുമിപ്പിക്കുന്ന ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചാരവും അതുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക ശൃംഖലയുടെ ഒരു വിദ്യുത് തരംഗമുണ്ടല്ലോ,
അത് ഈ തരംഗം ഈ രാജ്യത്ത് മുഴുവൻ ഇന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രകമ്പനം കൊള്ളുകയാണ്. ഈ കേരളത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 10,000-ൽ പരം വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള പൂജകൾ നടന്നത്, പ്രാർത്ഥനകൾ നടന്നത്, നാമജപങ്ങൾ നടന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷണം രാവിലെ മുതൽ അവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് ഈ പ്രസംഗം മുഴുവൻ കേട്ട് ഈ ആചാരങ്ങളിലെല്ലാം പങ്കെടുത്ത് പുഷ്പാർച്ചന നടത്തി അങ്ങനെ പോകുന്ന ജനങ്ങൾ ഈ കേരളത്തിൽ പോലും 10,000-ൽ പരം ക്ഷേത്രങ്ങളിലുണ്ട്. ഇത് സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റമാണ്. എനിക്ക് തോന്നുന്നു 1947-ൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോലും രാജ്യത്തിന് ഇത്രത്തോളം സന്തോഷത്തോടുകൂടി സാധിച്ചിരുന്നോ എന്ന് സംശയമുണ്ട്. കാരണം അതിൻ്റെ തലേനാൾ ഇന്ത്യയെ പാകിസ്ഥാനായിട്ട് വെട്ടിവിഭജിക്കുകയും അതിൻ്റെ പേരിൽ നടന്നിട്ടുള്ള കലാപങ്ങളും കൊണ്ട് കലുഷിതമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അത് അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി അത് ആഘോഷിച്ച് അതിൽ തിമിർത്ത് അതിൽ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. പക്ഷേ ഇന്ന് മതാതീതമായി, ജാതിക്കതീതമായി, ഭൂമിശാസ്ത്രങ്ങൾക്കൊക്കെ അപ്പുറത്ത്, എല്ലാത്തിനും അപ്പുറത്ത് സകലർക്കും ആചരിക്കാനും ആഘോഷിക്കാനും ആസ്വദിക്കാനും അഭിമാനിക്കാനും പറ്റുന്ന ഒരു മുഹൂർത്തമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉയർന്നു വന്ന ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മാറിയിരിക്കുന്നു.